എണീറ്റപ്പോൾ കുറച്ചധികം താമസിച്ച് 10 മണിയെങ്ങാണ്ടായെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. വീട്ടിലായതുകൊണ്ട് തന്നെ ഉമ്മച്ചി തലയിൽ വെള്ളം കോരി ഒഴിക്കുന്നതിന് മുമ്പേ ഞാൻ എഴുന്നേറ്റ് പോയി കുളിച്ച്. ഇവിടെ ആയതുകൊണ്ട് ഫിദയുടെ സാമഗ്രികൾ വെച്ചാട്ടോ ഞാൻ ഇന്ന് ഒരുങ്ങുന്നത്. അങ്ങനെ അവളുടെ ഏതോ ഒരു ഫേസിലിടുന്ന എന്തോ ഒരു സാധനമാണ് കേട്ടോ. അത് ഇട്ടപ്പോൾ എനിക്ക് ശരിക്കും ഫൗണ്ടേഷനൊക്കെ ഇടുന്ന പോലെ തോന്നി. അങ്ങനെ അതൊക്കെ വാരി പൊത്തി, ഫ്രീ ആയിട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെ വാരി നല്ല രീതിയിൽ പൊത്തി. വീട്ടിലാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് ഒരു പണിയും ഞാൻ ചെയ്യില്ല. ഇനി ചെയ്യാൻ പറഞ്ഞാലും എന്താണെന്നറിയില്ല, കൈയൊന്നും അനങ്ങില്ല കേട്ടോ. ചുമ്മാ പോയി ഉമ്മച്ചി അടുക്കളയിൽ എന്താ ചെയ്യാൻ നോക്കിയപ്പോൾ ചീനി വേവിക്കാൻ വേണ്ടിയിട്ട് ഉച്ചക്കത്തേക്ക് അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഇവിടേക്ക് വന്നപ്പോൾ ഇക്കരുന്ന് TV ഒക്കെ കാണുന്നുണ്ട്. എനിക്ക് പിന്നെ ഇവിടെ കുട്ടി ജോലികളേ ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ വെച്ച് തുണിയൊക്കെ മടക്കി വെക്കാമെന്ന്. അങ്ങനെ കുറച്ച് തുണിയൊക്കെ മടക്കി വെച്ചിട്ട് ബെഡെല്ലാം വിരിച്ച് റെഡിയാക്കിയിട്ട് കേട്ടോ. ഇതേപോലുള്ള കുട്ടി ജോലികൾ മാത്രമേ ഞാൻ ഈ വീട്ടിലുള്ളപ്പോൾ ചെയ്യുള്ളൂ. അങ്ങനെ സൺഡേ ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ചിക്കൻ മേടിക്കും. അങ്ങനെ ചിക്കനെല്ലാം മേടിച്ച് ഉമ്മച്ചി അതെല്ലാം കഴുകാൻ വേണ്ടി വെച്ചിട്ട് നേരെ ഉള്ളിയെല്ലാം അരിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ചീനിയെല്ലാം അടപ്പയിൽ വെച്ച് അതെല്ലാം വെന്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കുറച്ചുള്ളി ഞാൻ അരിഞ്ഞു കൊടുത്തു കേട്ടോ. അതിൻ്റെ ഷോയാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ബാക്കിയുള്ള പണികളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് മച്ചി ചിക്കൻ കറി വെക്കാനായിട്ട് എല്ലാം അടുപ്പിലേക്ക് വെക്കാൻ പോകാം കേട്ടോ. ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ചിക്കനേക്കാൾ കൂടുതൽ ഇഷ്ടം ബീഫാണ്. പക്ഷേ ഫിദയ്ക്ക് മാത്രം ബീഫ് കഴിക്കാൻ ഇഷ്ടമല്ല, അവളത് കഴിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കുറച്ച് നാളായിട്ട് ചിക്കൻ തന്നെ കേട്ടോ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ചിക്കൻ വാങ്ങിയപ്പോഴേ മച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നും വെക്കുന്ന പോലെയല്ല, നമുക്കിന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് വെക്കാമെന്ന്. ഞാനും ഫിദയാണെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പുറമായിട്ട് നിൽക്കും കേട്ടോ, ടേസ്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചിക്കൻ കുക്കറിൽ വേവിച്ചിട്ട് ചട്ടിയിൽ സെപ്പറേറ്റ് ഉള്ളി വറുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടി ഇവളുടെ പരിപാടിയുണ്ടോ, ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്നവരുണ്ടോ? ബൂസ്റ്റ് കവറിൽ മേടിച്ചിട്ട് കയ്യിലിട്ട് നക്കി തിന്നല്ല കേട്ടോ ഇവളുടെ പരിപാടി. ശരിക്കും ഇത് വെന്തപ്പോൾ ഭയങ്കര മണമായിരുന്നേ. അങ്ങനെ കൊതിമൂത്തിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ്. അങ്ങനെ പെട്ടെന്ന് എന്ത് കഴിക്കുമെന്ന് ആലോചിച്ചപ്പോഴാണ് അവിടെ ബ്രെഡ് ഇരിക്കുന്നത് കണ്ട്. ബ്രെഡ് ശരിക്കും എനിക്ക് അങ്ങനെ കഴിക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ ചിക്കൻ കറി ആയതുകൊണ്ടും നല്ല അടിപൊളി ടേസ്റ്റ് ആയതുകൊണ്ടും ഞാൻ കുറച്ച് ബ്രെഡ് ഇല്ല 2 ബ്രെഡ് എടുത്തിട്ട് കുറച്ച് കറിയും എല്ലാം ഒഴിച്ചപ്പോഴത്തേക്ക് അവിടെ ചെന്നപ്പോൾ എല്ലാവർക്കും അത് വേണം. അതിൻ്റെ ഇടയിൽ കൂടി ഇക്കാക്കൊരു നാരങ്ങ വെള്ളമൊക്കെ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ അതൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ബ്രെഡൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ അതിനുശേഷം ഉച്ചയായില്ല, ബ്രെഡ് കഴിച്ച് 5 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴേ ഞാൻ വിശപ്പ് സഹിക്കാൻ വയ്യാതെ കുറച്ച് ചോറും കുറച്ച് ചീനിയും കുറച്ച് ചിക്കൻ കറിയും എല്ലാം കൂട്ടി നല്ല അടിപൊളിയായിട്ട് കഴിച്ചു കേട്ടോ. എന്താണെന്നറിയില്ല, വീട്ടിലെന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ആണല്ലോ, ഭയങ്കരമായിട്ട് വിശക്കാൻ തുടങ്ങും. അങ്ങനെ പിന്നെ എനിക്കും അതുപോലെ തന്നെ കേട്ടോ. അങ്ങനെ നല്ല ആസ്വദിച്ച് ചോദിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ബായ്.